ഹലോ മക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ? യെസ്, നമ്മുടെ NMMSന്റെ എക്സാം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറായി വന്നിരിക്കുന്ന മക്കളാണ് നിങ്ങൾ അല്ലേ? ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നോ? സാറ്റിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം NMMSന് പ്രധാനമായിട്ട് രണ്ട് വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, രണ്ട് സബ്ജക്റ്റ് ആണുള്ളത്. ഒന്ന് മാറ്റ്, രണ്ടാമത് സാറ്റ് അല്ലെ. അതായത് മാറ്റ് എന്ന് പറഞ്ഞാൽ മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, അതേപോലെ സാറ്റ് എന്ന് പറഞ്ഞാൽ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് വിളിക്കും അല്ലെ. അതിൽ സാറ്റിൽ വരുന്നത് അല്ലെ നമ്മുടെ ബേസിക് സയൻസ് വരുന്നുണ്ട്, അതിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, അതേപോലെ സോഷ്യൽ സയൻസ്, അതേപോലെ മാത്തമാറ്റിക്സ്, ഇതൊക്കെയാണ് ഇതിൽ വരിക, സാറ്റിൽ വരിക അല്ലെ. അപ്പൊ അതിൽ നിന്ന് എന്തൊക്കെ ടോപ്പിക്ക് പഠിക്കണം എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതേപോലെ നമ്മുടെ NMMSൽ വളരെ പ്രധാനമുള്ള മറ്റൊരു അല്ലെ വിഷയമാണ് ഏത്? മാറ്റ് എന്ന് പറയുന്നത്. മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, നിങ്ങളുടെ മെന്റൽ പവർ, അതായത് നിങ്ങളുടെ മാനസിക പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ അല്ലെ ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ കിടിലൻ സബ്ജക്റ്റ് ആണ് ഏത്? മാറ്റ്, അതായത് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് അല്ലെ. ആ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് പല കുട്ടികളും നമ്മളോട് ചോദിക്കാറുണ്ട്, സാറേ അതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുണ്ടാകുക അല്ലേ. അപ്പൊ നമ്മൾ മാറ്റ് മെന്റൽ എബിലിറ്റി ടെസ്റ്റിൽ നിന്ന് എന്തൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കുത്തിരുന്ന് എന്ത് ചെയ്തോളൂ, കണ്ടോളൂ അല്ലെ. അപ്പോ നമുക്ക് മാറ്റിനെ രണ്ടായിട്ട് തിരിക്കാം, അതായത് മെന്റൽ എബിലിറ്റി ടെസ്റ്റ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ NMMSൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു വിഷയമാണ് ഏത്? മാറ്റ്. കാരണം 90 MCQs ആയി വരിക ചെയ്യാം. 90 MCQs അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എത്ര വരും? 90 വരും അല്ലെ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോനെ കാണണം. എന്നിട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് വരിക എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ പഠിച്ചിരിക്കണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തും. എനിക്കറിയാം. പിന്നെ ഡൗട്ട് ഒന്നും, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട് കണ്ടുകാണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് കണ്ടുകാണ്ട് ആരും ബുദ്ധിമുട്ടണ്ട. നമ്മുടെ അധ്യാപകരൊക്കെ ഫുൾ റെഡിയാണ്. നമ്മുടെ ആപ്പിൽ ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റ് ആയാലും സാറ്റ് ആയാലും അതിൻ്റെ ഉള്ളിലെ ഓരോ ടോപ്പിക് ആയാലും വളരെ വൃത്തിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഡൗട്ട് ചോദിക്കാം അല്ലെ. അതിൽ യാതൊരു മടിയും കാണിക്കണ്ട, കൃത്യമായിട്ട് ഡൗട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് തരും. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് മാറ്റിനെ, മെന്റൽ എബിലിറ്റി ടെസ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം മക്കളെ, രണ്ടായിട്ട് അല്ലെ. ഒന്ന് വെർബൽ ടെസ്റ്റ്, രണ്ടാമത്തത് നോൺ വെർബൽ ടെസ്റ്റ്. ഈ വെർബൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അല്ലെ, വേർഡ്സുകളും നമ്പേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയാണ് അല്ലെ, അങ്ങനത്തെ ചോദ്യങ്ങൾ അല്ലെ. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ ഇമേജസും ഡയഗ്രാംസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളാണ് ഏത്? യെസ്, മാറ്റിലെ നോൺ വെർബലില് വരിക. അപ്പോ ഇതില് മാറ്റിലെ വെർബൽ ടെസ്റ്റിൽ വരുന്ന ടോപ്പിക് ഏതാ നമുക്ക് നോക്കാം. ഇതാ സിമ്പിൾ ആയിട്ട് അങ്ങ് പറയാം, പെട്ടെന്ന് പറയാം കേട്ടോ. സീരീസ് കംപ്ലീഷൻ, അതേപോലെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ഓഡ് മാൻ ഔട്ട്, പിന്നെ അതുപോലെ ഡയറക്ഷൻ ടെസ്റ്റ്, ഓക്കെ അല്ലെ. അതേപോലെ ഇൻസേർട്ടിങ് മിസ്സിംഗ് നമ്പർ അല്ലെ, മിസ്സിംഗ് നമ്പർ എന്ത് ചെയ്യുക, ഈ സുഡോക്ക് കളിക്കുന്ന പോലെയാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ലോജിക്കൽ വെൻ ഡയഗ്രാം, പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലം ഓഫ് ഏജസ് അല്ലെ, പിന്നെ അതുപോലെ തന്നെ അനലിറ്റിക്കൽ റീസണിങ്, പിന്നെ അനലോജി, പിന്നെ അതുപോലെ തന്നെ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്, പിന്നെ അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ടെസ്റ്റ്, അതേപോലെ ക്യൂബ്സ് ആൻഡ് ഡൈസ്, മെട്രിക്സ്, പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ആൻഡ് ഫാമിലി റിലേഷൻ. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. മാറ്റിലെ വെർബൽ ടെസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു ടോപ്പിക് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു 10-20 ചോദ്യങ്ങൾ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തു നോക്കാതെ മുന്നോട്ട് എന്ത് ചെയ്യരുത്, പോവരുത്. നമുക്ക് ആ 48 എമൗണ്ട് കിട്ടണ്ടേ, വളരെ ആവേശത്തോട് കൂടിയിട്ട്. പിന്നെ എപ്പോഴും കോമ്പറ്റീറ്റീവ് മൈൻഡ് നിങ്ങൾ ജനറേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, എനിക്കത് കിട്ടണം എന്ന് ജനറേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഭാവിയിൽ ഉദ്ദേശിക്കുന്ന നീറ്റും ജെയും ഒക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ NMMSനെ മാക്സിമം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നോൺ വെർബലിൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ട് നമുക്ക് നോക്കാം. നോൺ വെർബലിൽ കാര്യമായിട്ട് കുറെ പിക്ചേഴ്സിനെ കുറിച്ചും അതേപോലെ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ടുള്ള കലാപരിപാടിയാണ് അവിടെ നടക്കുന്നത് അല്ലെ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കാനുണ്ട്. പിന്നെ കംപ്ലീഷൻ ഓഫ് ഇൻകംപ്ലീറ്റ് പാറ്റേൺ, അതായത് ഇൻകംപ്ലീറ്റ് പാറ്റേൺ എന്താക്കുക, കംപ്ലീറ്റ് ആക്കുക. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് സ്ക്വയേഴ്സ്, പിന്നെ പേപ്പർ കട്ടിംഗ് ആൻഡ് ഫോൾഡിങ്, പിന്നെ അതേപോലെ സ്പോട്ടിംഗ് ഔട്ട് ദ എംബഡഡ് ഫിഗർ, അതേപോലെ ഫിഗർ മെട്രിക്സ്, പിന്നെ സിമിലാരിറ്റി, സീരീസ്, അനലോജി, ഇമേജസ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഏടെ പഠിക്കാനുള്ളത്. യെസ്, മാറ്റിലെ നോൺ വെർബലിൽ പഠിക്കാനുള്ളത്. അപ്പൊ മാറ്റ്, അതായത് മെന്റൽ എബിലിറ്റി ടെസ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് മാറ്റാം. ഒന്നേതാണ് വെർബൽ ടെസ്റ്റ്, അതിൽ കുറെ വേർഡ്സും നമ്പേഴ്സും ഒക്കെ കാര്യമായിട്ടും ചോദ്യങ്ങളിൽ
വരിക. അതേപോലെ മാറ്റിലെ നോൺ വെർബൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കുറെ ഡയഗ്രാംസും അതേപോലെ കുറെ ഇമേജസും അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് വരിക. അപ്പൊ അതിൽ വരുന്ന ഓരോ ടോപ്പിക്കും ഞാൻ എന്ത് ചെയ്തു ഇവിടെ പറഞ്ഞു. ഇനി നമ്മൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ലൈവ് ക്ലാസ്സസ് വരും, ഷോർട്സ് വരും, ഷോർട്ട് വീഡിയോസ് വരും. അതേപോലെ ആപ്പിലാണെങ്കിലോ തകൃതിയായിട്ട് ക്ലാസ് നടക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തോളൂ, കൃത്യമായി ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ. പിന്നെ താഴത്ത് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് കേട്ടോ മക്കളെ, കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. ആ കമ്മ്യൂണിറ്റി ലിങ്ക് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അല്ലെ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി ലിങ്കിൽ പോയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അതിൽ ജോയിൻ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ NMMSന് മാത്രമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് ആണ്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറെ ക്വസ്റ്റ്യൻസും പോൾസും നോട്ട്സും ഒക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കും കേട്ടോ. അപ്പൊ കാണാം. ബൈ. ഇറ്റ്സ് മീ റൈസർ, നിങ്ങളുടെ സ്വന്തം. ഓക്കെ, കാണാം. ബൈ.